ഇന്നൊരു ഈവനിങ് വ്ലോഗാണ്. മെജോറിറ്റി എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആണ്. അതുകൊണ്ട് തന്നെ ഈവനിങ് വല്ലപ്പോഴുമാണ് വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നത്. ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 4:30 വിശ്രമമൊക്കെ കഴിഞ്ഞ് മമ്മിയുടെ ചെടികളൊക്കെ കാണാൻ വേണ്ടി മുറ്റത്തിറങ്ങി. മമ്മി എവിടെ പോയാലും തിരിച്ചു വരുമ്പോൾ ഒരു ചെടിയായിട്ടാണ് വരാറ്. പണ്ട് ഒരുപാട് വെറൈറ്റി ചെടികൾ മമ്മിക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ഒരു ചെടിയെങ്കിലും വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമായിരുന്നു. എന്നാൽ കുറച്ച് നാളുകളായിട്ട് മമ്മിക്ക് പഴയ പോലെ ചെടികളൊന്നും നോക്കാൻ കഴിയുന്നില്ല. കുറേ ചെടികളൊക്കെ നമുക്ക് നഷ്ടമായി പോയി. ഇപ്പോൾ വളരെ കുറച്ച് കളക്ഷൻസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ശരിക്കും എന്തോ ഒരു സന്തോഷമല്ലേ ഈ ചെടികളൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കണ കാണുമ്പോൾ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അത് ഈ ചെടിയാണ്. ഈ ചെടി എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ വീട്ടിൽ കുറേ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. വേറൊന്നും പക്ഷേ എനിക്ക് അറിയത്തില്ല. അങ്ങനെ ചെടിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് മുറ്റത്ത് നിന്നപ്പോൾ ഒരു പയ്യൻ എടുക്കാൻ പൊങ്ങാത്തൊരു ഭാഗ്യമായി കുറച്ച് സാധനങ്ങളുമായി വീട്ടിലോട്ട് വന്നു. ഇതൊക്കെ വിറ്റാലേ മാർക്ക് കിട്ടുള്ളൂ എന്ന ഒറ്റ ഡയലോഗിൽ മമ്മി വീണു. ഒരു എയർ ഫ്രഷ്നർ മേടിച്ചു. കിട്ടിയ പാടെ അനിയൻ അത് കാറിലെ സീറ്റിലൊക്കെ കൊണ്ട് സ്പ്രേ ചെയ്തു. കാറിലും റൂമിലും ഒക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ്. ഇതിന്റെ സ്മെല്ല് 7 ദിവസം നിൽക്കുമെന്നാണ് അവർ പറഞ്ഞത്. കുഴപ്പമില്ല, നല്ല സ്മെല്ലായിരുന്നു. 7 ദിവസം നിൽക്കുമോന്നൊക്കെ ഇനി കണ്ടറിയാം. പിന്നെ ഞാൻ പോയി കടുപ്പത്തിലൊരു കട്ടൻ കാപ്പി ഇട്ടു. എനിക്ക് ചായക്കും കടുങ്കാപ്പിക്കും എല്ലാം നല്ല കടുപ്പം വേണം. ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പപ്സ് മേടിച്ചുകൊണ്ട് വന്നായിരുന്നു. അതും കൂട്ടി കട്ടൻ കാപ്പി കുടിച്ചു. അതിനുശേഷം നേരെ ഡ്രൈവിംഗ് പരിശീലനത്തിലേക്ക് കടന്നു. ഈ ബൈക്ക് എനിക്ക് എൻ്റെ ഹസ്ബൻഡ് സർപ്രൈസ് ആയിട്ട് തന്ന ബർത്ത്ഡേ ഗിഫ്റ്റാണ്. ബർത്ത്ഡേ കേക്കിനുള്ളിൽ കീയൊക്കെ ഒളിപ്പിച്ചാണ് സർപ്രൈസ് തന്നത്. ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി. പക്ഷെ ആ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ബുള്ളറ്റൊക്കെ ഓടിച്ച് പോണത് കാണാനാണ് പുള്ളിക്ക് ഇഷ്ടം. പക്ഷെ സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത എനിക്ക് പെട്ടെന്ന് ബുള്ളറ്റൊക്കെ ഓടിക്കുക കുറച്ച് ടഫായിരിക്കുമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കൊരു സ്കൂട്ടി മേടിച്ച് തരാൻ. സ്കൂട്ടി മേടിച്ച് തന്നാൽ ഞാൻ ബൈക്കൊന്നും ഓടിക്കില്ല എന്ന് പേടിച്ചിട്ടാവണം. ഈ ബൈക്ക് മേടിച്ചു തന്നു. ഇതാകുമ്പം അധികം വെയിറ്റ് ഇല്ല, നിനക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇത് മേടിച്ചു തന്നത്. കല്യാണം കഴിഞ്ഞ് എനിക്ക് ഫസ്റ്റ് നൽകിയ സജഷൻ ഡ്രൈവിംഗ് പഠിക്കാനാണ്. എൻ്റെ എല്ലാ കാര്യത്തിലും നല്ല സപ്പോർട്ടീവാണ്. കുറച്ച് ദിവസം വീടിൻ്റെ മുറ്റത്തിട്ട് നന്നായി ഓടിച്ച് പരിശീലിച്ചതിന് ശേഷം വേണം റോഡിലോട്ടൊക്കെ ഇറക്കി ഓടിക്കാൻ. വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മഴ പെയ്തു. പക്ഷെ പ്രതീക്ഷ പോലെ വലിയൊരു മഴ പെയ്തില്ല. ചെറുതായിട്ടൊന്ന് തൂളിപ്പോയതേ ഉള്ളൂ. നല്ലൊരു മഴ പെയ്തിരുന്നെങ്കിൽ ഈ ചൂടിൽ നിന്നൊരു ശമനമായേനെ. പിന്നെ വിശന്നപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഈ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കഴിച്ചു. എനിക്കിങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒഴിച്ചത് കുറച്ച് കൂടിപ്പോയി. ഇത്ര എനിക്കിഷ്ടമില്ല. അത് കഴിച്ചിട്ട് മമ്മിയെ അടുക്കളയിൽ കുറച്ച് ഹെൽപ്പ് ചെയ്തു. ചെറുപ്പം മുതലേ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വെറൈറ്റി ഫുഡുകൾ യൂട്യൂബൊക്കെ നോക്കി പരീക്ഷിക്കാനാണ് കൂടുതൽ താല്പര്യം. ഫ്രഷ് ആയതിനു ശേഷം എനിക്ക് കുറച്ച് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഡിന്നർ കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി കുറച്ച് റീൽസൊക്കെ കണ്ടു. കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരം. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.